ല്ലോ ഞങ്ങളവിടെ പോയപ്പോൾ കണ്ടതെന്താ വെച്ചാൽ മണ്ണ് കൂട്ടിയിട്ട മണ്ണ് അവിടെ തന്നെ ഉണ്ട് ഒരു വലിയ ഭാഗം. നിങ്ങളെല്ലാം കണ്ടതല്ലേ? ഞങ്ങളിപ്പോൾ കണ്ടു കൂട്ടിയിട്ട മണ്ണ് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഇങ്ങേ ഭാഗത്ത് ഇടതുഭാഗത്തുണ്ടായിരുന്നു, ഞങ്ങൾ ഇപ്പോൾ നിൽക്കുമ്പോൾ വലതുഭാഗത്ത് ഇപ്പോൾ ഉള്ള കൂന, അതായത് മീനാക്ഷി പാലത്തിൻ്റെ വലതുഭാഗത്ത് വലിയ കൂന ഇപ്പോഴുണ്ട്. വലിയ മണ്ണ് സംഭരിച്ചവിടെ വെച്ചിട്ടുണ്ട്. അത് ഉൾപ്പെടെ മാറ്റണമെന്ന് മുമ്പ് തീരുമാനിച്ചതാണ്. പക്ഷേ മാറ്റിയിട്ടില്ല. മാറ്റുന്നില്ലെങ്കിൽ മാറ്റാനാവശ്യമായ നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു വീണ്ടും മണ്ണുണ്ടായിരുന്നത്. അതിൻ്റെ ഈ മല ഇങ്ങോട്ട് ഇടിഞ്ഞ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് സംരക്ഷണം ഉണ്ടായിരുന്നു. ആ സംരക്ഷണത്തിൽ ഒരു ഭാഗം നമുക്കവിടെ കാണാനുണ്ട്. പക്ഷേ വലിയ മല ഇടിച്ചിലാണ് ഉണ്ടായത്. ആ മല ഇടിച്ചൽ വരുമ്പോൾ മണ്ണും വെള്ളവും എല്ലാം കൂടി ചേർന്ന് വന്ന് അത് പോകുന്ന വഴിയിലുള്ള മണ്ണാണ് യഥാർത്ഥത്തിൽ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ പാലത്തിലേക്കും അതുപോലെ തന്നെ തുടർന്നും വന്നത് ആ മണ്ണാണ്. ആ മണ്ണും വെള്ളവും അതുപോലുള്ള കാര്യമാണ്. അതായത് പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് എടുത്തു വെച്ച മണ്ണ് അവിടെ തന്നെ കിടക്കേണ്ടി ഇപ്പോഴും അതും ഉൾപ്പെടെ എല്ലാം മാറ്റേണ്ടിയാണ്. മാറ്റുന്നതിന് ആവശ്യമായ സംരക്ഷണ ഭിത്തി അങ്ങനെ ഇടിയില്ലല്ലോ. മല ഇടിഞ്ഞില്ലപ്പോഴാണ് സംരക്ഷണ ഭിത്തി ഇടുന്നത്. മല അതിൻ്റെ പിന്നിലല്ലേ ഉള്ളത്. അപ്പോൾ യഥാർത്ഥം സംഭവിച്ചതെന്ന് വെച്ചാൽ മല ഇടിഞ്ഞു കൊന്നു. മല ഇടിഞ്ഞാൽ പിന്നെ സംരക്ഷണ ഭിത്തി എന്താണ് ഇവിടെ? അവിടെ അതിന് മുമ്പിൽ വന്ന് നല്ല പോയില്ല. അല്ല, മല ഇടിഞ്ഞതോ? പിന്നെന്താ മല ഇടിഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിച്ചിട്ട് കേൾക്കണ്ട. ഞാൻ ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാം. അതൊക്കെ അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. മല ഇടിഞ്ഞ് വന്നപ്പോൾ ആ മലയുടെ ഇങ്ങേ ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംരക്ഷണ ഭിത്തി പോലെ കെട്ടിയിട്ടുള്ളതെല്ലാം പൊളിഞ്ഞു പോകും. അതൊക്കെ പൊളിയുന്നുള്ള ഉറപ്പല്ലേ? മല ഇടിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും സംരക്ഷണ ഭിത്തി അവിടെ നിൽക്കും? നമുക്ക് രണ്ടാക്കും ശാസ്ത്രീയമായ വഴിയൊന്നും അറിയില്ലല്ലോ. വഴി അന്വേഷിച്ചോട്ടെ. അതൊക്കെ ആവശ്യമായ രീതിയിൽ പരിശോധന നടത്തട്ടെ. എങ്ങനെയാണോ ശാസ്ത്രീയമായിട്ട് ഈ മല ഉൾപ്പെടെ തകർന്നു പോകാതിരിക്കാനുള്ള ഭിത്തി കെട്ടേണ്ടത് എന്ന് ഉൾപ്പെടെ കൈകാര്യം ചെയ്തോട്ടെ. അത് ഞങ്ങൾക്കാർക്ക് തർക്കമുള്ളത്? ഞങ്ങൾക്കുണ്ടായ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇത് പ്രകൃതി ദുരന്തമാണ്. ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം ഏകോപിതമായി ഫലപ്രദമായി പരിശോധിച്ച് നിലപാട് സ്വീകരിക്കണം. ഏകോപിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം ഗവൺമെൻറ് നടത്തുകയും വേണം. അവർക്ക് നഷ്ടപരിഹാരം നൽകണം, മതിയായ നഷ്ടപരിഹാരം നൽകണം. ചികിത്സയിൽ കഴിയുന്നവർക്ക് ഫലപ്രദമായ ചികിത്സയും അതുപോലെ തന്നെ ആവശ്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരവും നൽകണം. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു ബോഡി കൂടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 ബോഡി ഇപ്പായി, 3 2 5 ആയി. 5 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചത്. ബാക്കിയുള്ള 3 ആളെ കൂടി ഇനിയും കണ്ടെത്തേണ്ട കാര്യമാണ്. ഒരു പ്രധാനപ്പെട്ട വിമർശനം ഉയർന്നു വരുന്നത്, അത് അതീവ സങ്കീർണ്ണ മേഖലയാണ്, റെഡ് സോൺ ആണ് ഈ സ്ഥലം. അവിടെ ഈ പ്രകൃതി എക്കോളജിക്കൽ സെൻസിറ്റീവായ ഏരിയയിൽ എങ്ങനെയാണ് പരിസ്ഥിതി അനുമതി കിട്ടിയത്? അതിൽ എന്തൊക്കെയോ വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണല്ലോ അനുമതി നൽകുന്നത്, അല്ലാണ്ട് സംസ്ഥാന ഗവൺമെന്റ് മാത്രമല്ലല്ലോ. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും എല്ലാ തരത്തിലുള്ള പരിശോധനയും കഴിഞ്ഞതിന് ശേഷമാണല്ലോ പ്രവർത്തനത്തിനുള്ള അനുവാദം നൽകുക. ഇനി അതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്തെങ്കിലും അന്വേഷിക്കാനുണ്ടെങ്കിൽ അതെല്ലാം അന്വേഷിക്കട്ടെ. ആവശ്യമായ രീതിയിൽ എന്തെല്ലാം മുൻകരുതൽ വേണോ ആ മുൻകരുതൽ മുഴുവൻ നടത്തിക്കൊണ്ട് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ നൽകിയവരോട് ചോദിക്കണം, എന്താണ് നിങ്ങൾ അങ്ങനെ നൽകിയത്? ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ സർക്കാരിൻ്റെ കാലത്തൊന്നുള്ളതല്ല, സർക്കാരുകളിലല്ലോ നൽകിയത്. അതല്ല, കേന്ദ്ര ഏജൻസി ഉൾപ്പെടെയുള്ള ഏജൻസികളല്ലേ നൽകിയത്. ആ ഏജൻസികൾ നൽകിയതിൽ എന്തെങ്കിലും തെറ്റോ ശരിയോ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളതിൻ്റെ വിദഗ്ധന്മാരല്ല. അപ്പോൾ അവർ കൃത്യമായിട്ട് പരിശോധിക്കട്ടെ. ഇനി ഇതിൻ്റെ അപ്പുറം പരിശോധിക്കാനുണ്ടെങ്കിൽ അവരും പരിശോധിക്കട്ടെ. ഈ പൂഴിത്തോടക്കമുള്ള പാതകൾ, ബദൽ പാതകളുടെ നിർദ്ദേശം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടന്നതാണ്. അത്തരം ചർച്ചകൾ കൂടിയല്ലേ അല്ല, ആദ്യം ഇത് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെല്ലാം അന്വേഷണം വേണോ, എന്തെല്ലാം പരിശോധന വേണോ, അതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം മറ്റു കാര്യം ആലോചിച്ചാൽ മതിയല്ലോ.